ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ടേസ്റ്റി ഫുഡ്സ്. ഇന്ന് ഞാനിവിടെ അവൽ കൊണ്ടുള്ള ബ്രേക്ക്ഫാസ്റ്റാണ് തയ്യാറാക്കുന്നത്. ഇതൊരു നോർത്ത് ഇന്ത്യൻ ഡിഷാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇത് തയ്യാറാക്കുന്നത് നോക്കാം. ഞാനൊരു പാത്രത്തിൽ അവലെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് വെള്ളം ഒഴിച്ച് കുതിർത്തിയെടുക്കണം. ചില അവൽ വെള്ളത്തിയിട്ട് കുതിർത്തി പാകപ്പെടുത്തുമ്പോഴേക്കും കുഴഞ്ഞു കെട്ടിപ്പോകാൻ സാധ്യതയുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ അത് വേഗം തന്നെ വെള്ളമൊക്കെ കഴിഞ്ഞ് നന്നായിട്ട് എടുത്ത് വയ്ക്കണം. ഞാനിവിടെ എടുത്ത് വെച്ചിരിക്കുന്ന അവൽ ഒരു 5 മിനിറ്റ് വെള്ളത്തിൽ ഇരുന്നെന്ന് വെച്ച് കുഴപ്പമൊന്നും വരുന്നില്ല. വെള്ളമൊക്കെ കളഞ്ഞ് ഊറ്റിയെടുക്കുമ്പോഴേക്കും അവലിതാ ഇങ്ങനെ കിട്ടും കേട്ടോ. നമുക്ക് ഇതിലേക്ക് ആവശ്യമായ ഇൻഗ്രീഡിയൻസ്: ഒരു ഉരുളക്കിഴങ്ങ്, ഒരു സവാള, 2 പച്ചമുളക്, കുറച്ച് ക്യാരറ്റ്, ഇതെല്ലാം ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ ഞാനിവിടെ എടുത്തിരിക്കുന്നത് കുറച്ച് കാഷ്നട്ടും കിസ്മിസും ഗ്രൗണ്ട് നട്ട്സാണ്. അപ്പോൾ ഇതൊക്കെ നമുക്കൊന്ന് വറുത്തെടുക്കണം. ഇതിനായിട്ട് നമുക്ക് ഒരു പാത്രത്തിൽ എണ്ണ ഒഴിച്ച് ചൂടാക്കാം. എണ്ണ ചൂടായതിന് ശേഷം നമുക്കിതെല്ലാം ഒന്നിട്ട് വറുത്തെടുക്കാം. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഇതൊന്ന് വറുത്ത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കുകയാണ്. ഈ എണ്ണയിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും പച്ചമുളകും ഇട്ട് കൊടുക്കുക. ഇത് നന്നായിട്ടൊന്ന് ബ്രൗൺ കളറാവുന്നവരെ വഴറ്റിയെടുക്കുക. ഉള്ളി ഇവിടെ പാകമായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് ഇളക്കി യോജിപ്പിക്കാം. ഇനി നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങും ക്യാരറ്റും ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇനി ഇതൊന്ന് നന്നായിട്ട് വേവിച്ചെടുക്കാം. നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഉരുളക്കിഴങ്ങ് നന്നായിട്ട് വെന്തതിന് ശേഷം നമ്മളിവിടെ കുതിർത്തി വെച്ചിരിക്കുന്ന അവൽ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. പാത്രത്തിന് അടിയിൽ പിടിക്കാതെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കണം. അവൽ നന്നായിട്ട് പാകമായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന കാഷ്നട്ട്സ് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. അപ്പോൾ സ്വാദിഷ്ടമായ നോർത്ത് ഇന്ത്യൻ ഡിഷ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഈ ഡിഷിൻ്റെ പേര് പോഹ എന്നാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും വീട്ടിലിത് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.